ഒരു ബോസിൻ്റെ ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ മാനേഴ്സ് ഇല്ലേ കുട്ടിക്ക്? സോറി സർ, അത് ഞാൻ. ഗെറ്റ് ഔട്ട്. I said get out. ഹലോ, നീ പെട്ടെന്ന് ഒന്ന് ഓഫീസിലോട്ട് വന്നേ. നിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ, കടക്കണ്ണാലെ എറിഞ്ഞതിൽ പിണങ്ങല്ലേ നീ. ഹായ് സുന്ദരി, നിന്റെ പുഞ്ചിരി എനിക്കൊത്തിരി കൊതിയുണ്ടടി. എന്റെ നെഞ്ചോടൊട്ടടി തൊട്ടാ സൊക്കണ തക്കാളിപ്പഴം പിന്നാലെ പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ, കടക്കണ്ണാലെ എറിഞ്ഞതിൽ പിണങ്ങല്ലേ നീ. ഹായ് ഹായ്. What the fuck are you doing? കണ്ടില്ല, മുഖത്ത് 2 കണ്ണുണ്ടല്ലോ, അത് കാണാനുള്ളതല്ലേ? Mind your words. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അയ്യോ ഷോ, ഞാൻ അറിഞ്ഞില്ല. ശരിയാ. ഏതായാലും എന്നെ തന്നേലല്ലോ. താൻ തൻ്റെ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. തൻ്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. തൻ്റെ അഹങ്കാരം കൊണ്ടാ മനസ്സിലാവും താൻ വലിയ വീട്ടിലാളാണെന്ന്. എങ്ങനെയുള്ള ആളാണെങ്കിലും എനിക്കൊരു കോപ്പമില്ല, കേട്ടോടാ. ഈ സെബിൻ ഡേവിസിന് പെണ്ണുങ്ങളെ തല്ലി ശീലമില്ല. അല്ലെങ്കിൽ ഇപ്പം താൻ ഉഴത്തും. ഒന്ന് പോയടോ, കോട്ട് സൂട്ടിട്ട് രാവിലെ തന്നെ ഇറങ്ങിക്കോളും മനസ്സിന് മഴക്കെടുത്താൻ വേണ്ടിയിട്ട്. നീ ആരാണ്ടാടി നിന്റെ വിചാരം? എനിക്ക് പല വിചാരമുണ്ട്, അത് തന്നെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. അല്ല, ഈ പറയണ തൻ്റെ വിചാരം എന്തുവാ? കുറെ നേരം ആയല്ലോ ഇങ്ങോട്ട് വന്ന് മുട്ടതും പോരാ, എന്നിട്ട് മാറങ്ങോട്ട്, ഞാൻ പോണു. ഈ ബോസന്തി വരാൻ വൈകുന്നേ. മീറ്റിംഗ് മടങ്ങാൻ 5 മിനിറ്റ്സും കൂടെ അല്ലേ ഉള്ളൂ. 5 മിനിറ്റ്സും കൂടി ഇല്ലേ? വരും, വരാതെ കൂടെ പോവാനാ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗുമാണ്, എങ്ങനെ വരാതിരിക്കാനാ? ബട്ട് സാധാരണ ഇങ്ങനെ അല്ലല്ലോ. മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ വന്ന് എല്ലാം സെറ്റാക്കുന്നതിൻ്റെ ബോസല്ലേ? Guys, today's meeting is cancelled. What are you talking? ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെ? I don't know. And you guys സാറിന്റെ ക്യാബിനിലോട്ട് പോകാൻ പറഞ്ഞിരുന്നു. ഇതെന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് എങ്ങനെ ക്യാൻസലാവും? അതാ ഞാനും ആലോചിക്കുന്നേ. എന്തായാലും വാ, നമുക്ക് ക്യാബിനിലോട്ട് പോയി നോക്കാം. സാർ ഞങ്ങളോട് വരാൻ പറഞ്ഞിരുന്നു. കം. സാർ, ഈ കുട്ടി? യെസ്, ടെൽ ഹൂ ഈസ് ഷീ? ഈ കുട്ടി നിങ്ങളായിട്ടുള്ള കണക്ഷൻ? അയ്യോ സാർ, ഈ കുട്ടി ഞങ്ങളായിട്ട് കണക്ഷനൊന്നുമില്ല. ഇവിടുത്തെ മോഡൽ ലിസ്റ്റിൽ ഈ കുട്ടിയുടെ നെയിമുണ്ട്. അപ്പോൾ ഇന്ന് മോഡൽസിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ, അതിനുവേണ്ടി ഈ കുട്ടി വന്നേ. അപ്പോൾ ഞങ്ങൾ കണ്ട് സംസാരിച്ച് നോക്കണം. അവളോട് വിളിച്ചു പറഞ്ഞേര്, ഇപ്രാവശ്യത്തെ ഫാഷൻ വീക്കിൽ അവളാ സെലക്ട് ചെയ്യാൻ. ബട്ട് സാർ, ഷീ ഈസ് നോട്ട് പെർഫെക്റ്റ്. അതുമല്ല, അവർക്ക് ഒട്ടും കോൺഫിഡൻ്റ് അല്ലേ പരിപാടിക്ക്. ഡു വാട്ട് ഐ സെഡ്. ഓക്കെ സാർ. യു ഗൈസ് ഗോ നൗ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കാം. എന്നിട്ട് പറയാൻ എന്താ? വാട്ട് പ്ലാൻ? അവൾ വരട്ടെ. ഈ 7 ഡേയ്സ് ആരാണ്, അവളെ ഞാൻ അറിയിക്കും. Your countdown starts now. I saw her. Who? ഇഷിത ലക്ഷ്മി. What? How? ഇഷിത ഇങ്ങനെ ഇവിടെ? അതിൻ്റെ ഉത്തരം നീയല്ലേ എനിക്ക് തരണ്ടേ? I don't know. ഞാൻ ഇങ്ങനെ അറിയാനാ? നീ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല. എടാ, ശരിക്കും എനിക്കറിയാൻ പാടില്ല. ഇന്ത്യയിൽ നിന്നും കമ്പനിയിലെ സ്റ്റാഫ് എടുക്കുമ്പം നീ അറിയാതെ പോവും. നോ, ഞാൻ അല്ലാതെടുത്തെ അലക്സാണ്. ഇൻ്റർവ്യൂ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു. ഓ,
അപ്പോൾ അവൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണിതൊക്കെ. ഏയ് നോ, അവൻ ഇഷിതിനെ പറ്റി അറിയില്ലായിരിക്കും ചിലപ്പോൾ. ഓക്കെ, കളി എവിടെ വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. ചേച്ചിക്ക് എന്നെ പറ്റി വന്ന മുതൽ ഇങ്ങനെയാണല്ലോ. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ ചിന്തിച്ചെടുത്തിയ. കള്ളം പറയുമ്പം അത് ആരോടാണ് പറയുന്നതെന്നും കൂടി ഓർക്കണം. ചേച്ചി, നീ കരയാണോ? അല്ല അല്ല, എന്റെ കണ്ണിൽ എന്തോ പൊടി പോയി. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ കാര്യം പറ, എന്നാ പറ്റിയേ? എടാ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സിഎംഒ എന്താ, അയാൾ വല്ലതും പറഞ്ഞോ? അതല്ല, ആ കമ്പനിയിലെ സിഎംഒ എറിക് ഡേവിസ് ആണ്. അയാളോ? ചേച്ചി വേണ്ട, ചേച്ചി ഞാൻ കമ്പനിയിലോട്ട് പോണ്ട. നീ എന്തീ പറയണേ? ഞാൻ എന്ത് റീസൺ കൊടുത്തിട്ട് അവിടെ പോകാണ്ടിരിക്കണ്ടേ? പിന്നെ നീ അവിടെ തുടരുന്നാണോ? എടി, അയാൾ നിന്നോട് റിവെഞ്ച് എടുക്കും, ഉറപ്പാ. എടുക്കട്ടേടാ, അതിന് മാത്രം പാവം ഞാൻ അയാളോട് ചെയ്തിട്ടുണ്ട്. നീ എന്ത് പാവം ചെയ്തുന്നാ? അറിഞ്ഞോണ്ടല്ലോ. എടി ചേച്ചി, എനിക്ക് നീ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. കാര്യങ്ങൾ എങ്ങോട്ടാ പോണേന്ന് എനിക്കറിയത്തില്ല. എല്ലാം വരുന്നത് വെച്ച് തന്നെ കാണാം. എൻ്റെ കാര്യം ഓർത്ത് മോൻ ടെൻഷൻ എടുക്കണ്ടേ കേട്ടോ. നാട്ടിലെ ചായയുടെ അത്രയും ടേസ്റ്റ് ഒന്നുമില്ല ഇവിടുത്തെ ചായ. അത് നമ്മുടെ നാട്ടിലെ ചായ കുടിച്ചു തോന്നിയ. അതും ശരിയാ. നീ വേഗം കുടിക്കാൻ നോക്കിയേ, എന്നിട്ട് വേണം പോവാൻ. ഇപ്പൊ തന്നെ കുറെ ലേറ്റ് ആയി. ഒന്നും പറഞ്ഞാൽ പറ്റില്ല. എങ്ങനെയായാലും വീട്ടിലെത്തിയാ പോലെ. എന്നാ നീ ഇവിടെ ഇരിക്കേ, ഞാൻ ഒന്ന് വാഷ്റൂം യൂസ് ആക്കിയിട്ട് വരാം. എന്റെ അമ്മ, ഇത് അയാളല്ലേ? അയാളെന്തി ഇവിടെ? കൂടെ വേറെ ആരോ ഉണ്ടല്ലോ. അല്ല, ഞാൻ എന്ത് ചെയ്തൊക്കെ നോക്കുന്നേ? എനിക്ക് വേറെ പണിയില്ലേ? നീ എന്ത് ചേച്ചി വാഷ്റൂം ഉണ്ടാക്കാൻ പോയതാണോ? നീ ആയിരിക്കും ഞാൻ അയാൾക്കാണ്ട് ഇങ്ങോട്ട് വന്നേ. കുറെ ടൈമായി പോവാ. മോഡൽ ലിസ്റ്റിൽ എൻ്റെ പേര് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് ഹെൽപ്പ് വെച്ചത്. തോണ്ട കിടക്കണേ, കമ്പനി സെലക്ട് ആക്കുകയും ചെയ്തു. അതെ, ഈ സിഒയുടെ ക്യാബിൻ എവിടാ? അത് തന്നെയാണ് ഞാൻ ഈ പരിധിക്കൊണ്ടിരിക്കണേ. എനിക്കും കൃത്യമായിട്ട് അറിയില്ല. ആണോ? ഷോ, ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ഒന്നും ചെയ്യാനില്ല, ഇവിടെ ഇരിക്കുക. ആരെങ്കിലും വരുമ്പോൾ ചോദിച്ചോക്കാം. അതെങ്കിലത് ജോയിൻ ചെയ്യാൻ വന്നെയാണോ? പേരെന്നാ? അനാമിക, ഷോർട്ടായിട്ട് ആമീന്ന് വിളിക്കും. ഞാൻ ഇഷിതാലക്ഷ്മി, എല്ലാവരും ലിച്ചോന്ന് വിളിക്കും. അല്ല, ഇവിടെ എത്ര വർഷമായി ജോബ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ ജോബ് ചെയ്യുന്നതല്ല, ഇത് മറ്റേ ഇന്ത്യയിലെ കമ്പനിയിൽ സ്റ്റാഫ് എടുത്തില്ലേ, അതിലൊരാളെ. കൊള്ളാലോ. നൈസ് ടു മീറ്റ് യു. ഞാനാണ് ഇപ്രാവശ്യത്തെ ഇവിടുത്തെ മോഡൽ. കൺഗ്രാറ്റ്സ് ആമി. താങ്ക് യു. അതെ, നിങ്ങൾ രണ്ടുപേരെയും ബോസ് ക്യാബിനിലോട്ട് വിളിക്കുന്നുണ്ട്. 8th ഫ്ലോറിലേക്ക് ചെന്നു. അമ്മ ചെന്നാലേ, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാനതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. hey, hey.
നിന്നെ ഒന്ന് പെണ്ണ് കാണാൻ വന്നത്. ഓ നല്ല വലിച്ച കോമഡി. അന്നത്തേൻ്റെ ബാക്കി തീർക്കാൻ വന്നതായിരിക്കും. തനിക്ക് ഇവിടെ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ. സ്റ്റോപ്പ്. എന്ത് സ്റ്റോപ്പിന്ന്? എടോ തൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ്. തൻ്റെ ഉണ്ടാക്കണ്ട വെച്ചിട്ട് നോക്കി നടക്കാത്ത ഇപ്പം എൻ്റെ പെക്ക് കയറിയിട്ട് എന്ത് കാര്യം? അല്ല പിന്നെ ഇത് കുറേ ആയല്ലോ. തനിക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ അതൊരു പേപ്പറല്ലേ, വാങ്ങിക്കൂടെ? ഇനിയിപ്പോൾ ആ പേപ്പർ വാങ്ങുന്ന പൈസ വേണോ? ഞാൻ തരാം. നിനക്ക് എന്തൊട്ടും പറഞ്ഞാൽ മനസ്സിലാവാത്തേ? അത് നീ എന്താ എന്നെ പറ്റി വിചാരിച്ചു ചെയ്തന്നെ? നീ ഇനി എൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പോകുന്ന പെണ്ണ. ഞാൻ ഇങ്ങനെ തൻ്റെ കീഴിൽ വർക്ക് ചെയ്യണം? നിന്നിവിടെ മോഡലേഴ്സ് എത്തിയത് ഈ കമ്പനിയുടെ CEO ആയ ഈ ഞാനാണ്. നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? നീ നേരത്തെ പറഞ്ഞ ആ പേപ്പറിൻ്റെ വില എത്രയെന്നറിയോ? 4 കോടി. തരാൻ പറ്റുമോ നിനക്ക്? ഇല്ല, തരാൻ പറ്റില്ല. കാരണം നീ ഒരു സാധാരണക്കാരിയാണ്. ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഡീല്, അതും 4 കോടി. നീ ഒരാൾ കാരണം അത് ഞങ്ങൾക്ക് നഷ്ടമായി. അപ്പോൾ പിന്നെ മോളെ ഞങ്ങൾ വെറുതെ വിടും വിചാരിച്ചു? നോ വേ. ഇനി നീ എൻ്റെ അടിമയാണ്. അതിന് ഞാൻ ഇവിടെ മോഡലാകാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ സമ്മതം ആർക്ക് വേണ്ടടി? അങ്ങനെയായിരുന്നു നീ ഞാൻ മോഡലാക്കില്ലായിരുന്നു. ഇനി എൻ്റെ സമ്മതമില്ലാതെ നീ കൊറിയ തന്നെ വിട്ടുപോകില്ല. മോളിപ്പോൾ പോയി ഈ കമ്പനി ഒന്ന് കാണും. ഇനി ഇവിടെ അടിമപ്പണി ചെയ്യേണ്ടതല്ലേ? എന്തായിട്ടാണേലും ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ഇയാളുടെ നടന്നിടത്ത് ഞാൻ തുള്ളില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നിനക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നു അങ്ങയുടെ പറ്റിയിട്ട് കയറാൻ. ഞാൻ പറഞ്ഞു അയാളുടെ ഭാഗത്ത് തെറ്റി. ഞാൻ ഒന്നുമല്ല അയാളെ ഒന്നും നോക്കാണ്ട് വന്നിടിച്ച്. എന്നുവെച്ച് നിനക്ക് നല്ല മര്യാദ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇനി വല്ല പ്രശ്നം വന്നാൽ നീ അങ്ങ് ഒറ്റക്ക് നേരിട്ടോളും. ഓ അല്ലല്ലോ, ഞാൻ ഒറ്റക്ക് നേരിട്ടോളും. നിന്റെ ഹെൽപ്പൊന്നും ഞാൻ ചോദിക്കാൻ വരുന്നില്ല. ചോദിച്ചാലും ഞാൻ തരത്തില്ല. പോട പട്ടി, ഇവനോടൊക്കെ പറഞ്ഞു എന്നെ വേണമെന്നില്ല.